prepared. ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിത്തലിൽ നിറയും ധീര രക്തസാക്ഷികൾ. രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തങ്കിനാക്കളല്ല ഞങ്ങൾ സഫലമാക്കിടാം. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. സഹന സമരവീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. സഹന സമരവീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. കാത്തുവെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ ഹൃത്തടത്തിലേറ്റിടാം. കാത്തുവെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ ഹൃത്തടത്തിലേറ്റിടാം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും.
സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിത്തലിൽ നിറയും ധീര രക്തസാക്ഷികൾ. രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തങ്കിനാക്കളല്ല ഞങ്ങൾ സഫലമാക്കിടാം. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. കാത്തുവെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ ഹൃത്തടത്തിലേറ്റിടാം. കാത്തുവെച്ച പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ ഹൃത്തടത്തിലേറ്റിടാം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മൾ
രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. രാജ്കട്ടിൽ ബാപ്പുജി നീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തങ്കിനാക്കളല്ല ഞങ്ങൾ സഫലമാക്കിടാം. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാക്കന്മാർ ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തും. എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകരും ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹാളിൻ്റെ മുകളിൽ അധികം പേരൊന്നും കയറരുത്, ആരും കയറരുത്. അത് ബലക്കുറവ് ഉണ്ട് എന്നുള്ളതാണ് ടെക്നീഷ്യൻ പറയുന്നത്. The simple yet often confusing difference between mountains and hills in just 2 minutes. While both
disconnected. Pair. പ്രിയമുള്ളവരെ, KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. പരിമിതമായ സ്ഥല സൗകര്യമാണ്, സദയം ക്ഷമിക്കുക. എല്ലാവരും അതിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആരംഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. വന്ദേ മാതരം. शीतला सस्यश्यामला मातरं वन्दे मातरं शुभ्रज्योत्स्ना पुलकितयामिनी पुल्लकुसुमित द्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरं वन्दे मातरं वन्दे मातरं ഈ
സംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ ബാബുവിനെ ക്ഷണിക്കും. ബഹുമാന്യായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സാരഥി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ഈ വേദിയിലെ പ്രിയപ്പെട്ട നേതാക്കളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവിഷ്കരിച്ച സമരസംഗമത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇന്ന് ബസ് പണിമുടക്കാണ്. അപ്രതീക്ഷിതമായി വന്ന ബസ് പണിമുടക്ക്, പ്രളയ സമാനമായ കാലാവസ്ഥ, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒരു പൂരപ്പറമ്പാക്കിക്കൊണ്ട് ഈ ടൗൺ ഹാൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് വിളിച്ചു ചേർത്ത ഈ സമരസംഗമത്തിൽ ജില്ലയിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ പങ്കെടുക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ചാർജ് എടുത്ത ശേഷം ആദ്യം നടക്കുന്ന പാർട്ടിയുടെ പരിപാടിയാണിത്. ഈ പരിപാടി സ്വാഗതം പറയുന്ന വലിയ കർത്തവ്യമാണ് അതിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. തൃശ്ശൂർ സാംസ്കാരിക നഗരമാണ്, ശക്തൻ തമ്പുരാൻ്റെ തട്ടകമാണ്. അതിലുപരി കെ കരുണാകരൻ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭീഷ്മാചാര്യൻ്റെ തട്ടകമാണ്. ആ തട്ടകത്തിലേക്ക് കടന്നു വന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാധ്യനായ സാരഥി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ അടൂർ പ്രകാശ് MP എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മുഖവര വേണ്ട. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോട് സ്നേഹത്തോടു കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ, തൃശ്ശൂരിൻ്റെ ചാർജുള്ള AP അനിൽകുമാർ MLA നിരന്തരമായി തൃശ്ശൂരിൻ്റെ ഓരോ ശബ്ദങ്ങളും അറിയുകയും അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന തൃശ്ശൂരിൻ്റെ ചാർജുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, മുൻ മന്ത്രി MLA, അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഔപചാരികതയുടെ പേരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ്, നമ്മുടെയൊക്കെ ആവേശമായ ഷാഫി പറമ്പിലിനെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സിദ്ദിഖ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം MLA ആണ്. അദ്ദേഹവും നിരന്തരമായി തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ആ പ്രിയപ്പെട്ട നേതാവിനെയും ഞാൻ ഈ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുതിർന്ന നേതാവ്, മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അദ്ദേഹവും എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയകാര്യ സമിതിയുടെ അംഗം, മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ്, മുൻ MP
നിരന്തരമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ട എല്ലാ സന്ദേശങ്ങളും സ്നേഹവും പ്രോത്സാഹവും നൽകുന്ന TN പ്രതാപൻ അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാർ PA മാധവൻ ex-MLA, മുൻ UDF ചെയർമാനും ex-MLA കൂടിയായ മുൻ DCC പ്രസിഡന്റും കൂടിയായ FP വിൻസെന്റ്, UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് O അബ്ദുൾ റഹ്മാൻ കുട്ടി, ഈ ജില്ലയിൽ നിന്നുള്ള ഏക MLA ചാലക്കുടിയുടെ പ്രിയങ്കരനായ സനീഷ് കുമാർ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർ അനിൽ അക്കര ex-MLA, ഈ ജില്ലയിൽ നിന്നുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ TU രാധാകൃഷ്ണൻ, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒട്ടേറെ ഈ സ്റ്റേജിലിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ജോസ് വള്ളൂർ അടക്കമുള്ള ഈ വേദിയിലിരിക്കുന്ന ഒട്ടനവധി നേതാക്കളുടെ പേര് പറയേണ്ടതാണ്. പക്ഷേ സമയം നമ്മുടെ മുമ്പിൽ പരിമിതമാണ്. ഏതായാലും കേരള പ്രദേശ് കോൺഗ്രസ് ആഹ്വാനപ്രകാരം ഈ സമരസംഗമം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ഒരു കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയുന്നു, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈറ്റില്ലമാണ്. ഞങ്ങൾ KPCC മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സാരഥി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ ജില്ല പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്, പോഷകങ്ങളുടെ ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, സംസ്ഥാന ഭാരവാഹികളുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർമാരുണ്ട്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാറ്റനെ അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ സമരസംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിലമ്പൂരിലെ ഉന്നതമായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ഈ സമരസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് നിലമ്പൂർ ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ, മറുഭാഗത്ത് പിണറായി വിജയനെതിരെയുള്ള സാധാരണ ജനങ്ങളുടെ അണമുറിയാത്ത രോഷം നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പശ്ചാത്തലത്തിലാണ് ഈ സമരസംഗമം ഇവിടെ നടക്കുന്നത്. പുറമേ നിന്നുള്ള ജനങ്ങൾ ഈ സമരസംഗമത്തെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ജനം ഇതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ടീം KPCC എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അദ്ദേഹം പത്രമാധ്യമ സുഹൃത്തുക്കളോട് ചോദ്യത്തിന് അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൂ ടോൾഡ് ദിസ്? അഗെയിൻ ഐ ആം ആസ്കിങ്, ഹൂ ടോൾഡ് ദിസ്? ആ ചോദ്യം നമുക്ക് പകർന്നു തന്നൊരു ഊർജമുണ്ട്, ആ ആത്മവീര്യമുണ്ട്. ആ ആത്മവീര്യമാണ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കുന്നത്. നമുക്കെല്ലാമുണ്ട്. ശ്രീ അടൂർ പ്രകാശ് സൗമ്യതയാർന്ന മുഖത്തിലൂടെ ചിരിച്ചുകൊണ്ട് എല്ലാ ഘടകകക്ഷികളെയും ഒരേ മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ
കോർത്തിണക്കിക്കൊണ്ട് പിണറായി വിജയനെതിരെയുള്ള സമരത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ടാണ് ശ്രീ അടൂർ പ്രകാശ് ഇവിടെ കടന്നു വന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ നെഞ്ചോട് ചേർത്തിക്കൊണ്ട് KPCCയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് കടന്നു വന്ന സൗമ്യനായ ശ്രീ AP അനിൽകുമാർ നമുക്കിവിടെയുണ്ട്. മാസ്മരികമായ പ്രസംഗത്തിലൂടെ ജനങ്ങളെ ആവാഹിച്ചെടുക്കുന്ന ശ്രീ PC വിഷ്ണുനാഥ് ഇവിടെയുണ്ട്. സ്വന്തമായ ശൈലിയിലൂടെ യുവതയുടെ അല്ലെങ്കിൽ ആ യുവതയെ അഭിനിവേശത്തിൻ്റെ ഭ്രമത്തിലേക്ക് ആറാടിപ്പിക്കുന്ന പ്രവർത്തന ശൈലിയുമായി കടന്നു വന്ന സ്നേഹപൂർവ്വം ചെറുപ്പക്കാർ വിളിക്കുന്ന ഷാഫിക്ക ഇവിടെയുണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. നമുക്ക് ഈ ഇരിക്കുന്ന നേതൃത്വം, ഈ സ്റ്റേജിലിരിക്കുന്ന നേതൃത്വം, ഇതെല്ലാം തൃശ്ശൂരിന് മുതൽക്കൂട്ടുകളാണ്. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പ്, 2 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നമുക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. അതിൻ്റെ പഠനത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ 5 മാസക്കാലം പൂർത്തിയാക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത്. നമ്മുടെ പല പ്രവർത്തനങ്ങളും ചില്ലില്ലാത്ത പുട്ടിൻ്റെ കുറ്റി പോലെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില സമയത്ത് ചില്ലിടാൻ മറന്നുപോകും. സത്യത്തിൽ അത് മറന്നു പോകുന്നതല്ല, അത് മനഃപൂർവ്വം മറക്കുന്നതാണ്. അപ്പോൾ നമ്മളിടുന്ന അരിപ്പൊടിയും തേങ്ങയും, പ്രത്യേകിച്ച് 74 രൂപയാണെന്ന് പച്ച തേങ്ങയ്ക്ക് ഇന്ന് മാർക്കറ്റ് വില, ആ തേങ്ങയും കൂടെ ഇട്ടുപോകുന്നത് നമുക്കൊരു ഫലം നൽകാനാവുന്നില്ല. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണം പറയുന്നുണ്ട്. അതിൽ 9-10 വാക്യങ്ങളിലേക്ക് കടന്നാൽ സാത്താൻ യേശു ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നീ സാഷ്ടാംഗം എന്നെ പ്രണമിച്ചാൽ ഈ കാണുന്നവയെല്ലാം നിനക്ക് സ്വന്തം. അപ്പോൾ തിരിച്ച് യേശു പ്രതിവചിക്കുന്നുണ്ട്, സാത്താനെ കടന്നുപോ പുറത്ത് എന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരുക്കങ്ങളിലൂടെ കടന്നു പോകുകയാണ്. 5 മാസക്കാലമായി താഴെത്തട്ടിൽ വാർഡ് പ്രസിഡന്റുമാരെ കണ്ടെത്തിക്കൊണ്ട് കുടുംബസംഗമം നടത്തിക്കൊണ്ട് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി നമ്മൾ ഒരുക്കങ്ങളായി പോകുമ്പോൾ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് സാത്താന്മാർ നമുക്ക് ചുറ്റും കറങ്ങുകയാണ്. മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങളിപ്പോൾ വന്നാൽ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളിപ്പോൾ വന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളിപ്പോൾ വന്നാൽ തൃശ്ശൂരിൻ്റെ മേയർ, പലതരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി സാത്താൻ കടന്നു വരുമ്പോൾ അതിന് നേരെ കൈ ചൂണ്ടി പറയാൻ, സാത്താനെ കടക്കു പുറത്ത് എന്ന് പറയാൻ നിങ്ങൾ ആ ഒരു ആർജവം കാണിച്ചാൽ തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ സാധിക്കും. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത രീതിയിൽ ഇനിയും മുന്നോട്ട് പോകണം. 10 വർഷക്കാലമായി നമ്മൾ ഇന്ന് പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ജനങ്ങൾ നമ്മിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഇടയ്ക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ വിശ്വാസ തകർച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വിശ്വാസ തകർച്ചയെ തിരിച്ചു പിടിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും കഴിയുമെന്നുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് KPCCയിലേക്ക് ഒരു വാക്ക് കൊടുക്കാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാകും മാത്രം എന്ന് മാത്രം നമുക്ക് ഉറക്കെ പറയാൻ, ഈ സമര സംഗമത്തിന് വേദിയാക്കാൻ നിങ്ങൾക്കുതകട്ടെ എന്ന് മാത്രം ഇത്തരണത്തിൽ ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഇന്ന് പ്രതികൂലമായ കാലാവസ്ഥയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ബസിൻ്റെ പണിമുടക്ക് നടന്നപ്പോഴും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവർണ്ണ പതാകയോടുള്ള അഭിനിവേശം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഹാളിലേക്ക് കടന്നു വന്നാൽ ആ വന്നു ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ സമരസംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA സാദരം ക്ഷണിക്കുന്നു. സമരസംഗമത്തിൻ്റെ ബഹുമാന്യനും പ്രിയങ്കരനുമായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF കൺവീനർ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാർ, പ്രിയപ്പെട്ട ശ്രീ തേറമ്പൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞങ്ങൾ കോഴിക്കോട്ടെയും
മലപ്പുറത്തെയും പരിപാടി കഴിഞ്ഞ് തൃശ്ശൂരിലെത്തിയത് നിങ്ങൾക്ക് ആവേശം പകരാനാണ് എങ്കിൽ ഇവിടെ വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആവേശം സ്വീകരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ പേരും പെരുമയും പ്രൗഢിയും പാരമ്പര്യവുമെല്ലാം വീണ്ടെടുക്കാൻ നിങ്ങൾ സുസജ്ജരാണ് എന്ന് ഈ കൺവെൻഷൻ തെളിയിച്ചിരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ പ്രഖ്യാപനം ഇവിടെ സഗൗരവം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ടാർജറ്റ് എന്നാണ്. അദ്ദേഹം ടാർജറ്റ് നൽകിക്കൊണ്ടാണ്, ടാർജറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് വളരെയേറെ സന്തോഷകരമാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തൃശ്ശൂരിൻ്റെ പാരമ്പര്യം എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂരെന്ന് നമുക്കെല്ലാം നന്നായിട്ടറിയാം. രാഷ്ട്രീയത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും അധികം വേരോട്ടമുള്ള, വളക്കൂറുള്ള, ജനപിന്തുണയുള്ള, പാരമ്പര്യമുള്ള, ചരിത്രം സൃഷ്ടിച്ച മണ്ണാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണ് സമീപകാലത്ത് തൃശ്ശൂരിൻ്റെ ആ കോൺഗ്രസ് പെരുമയ്ക്ക് ചില പോരായ്മകൾ സംഭവിച്ചു. അത് വീണ്ടെടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ജനങ്ങൾ നമുക്കൊപ്പമുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ നമുക്കൊപ്പമെന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആവേശകരമായ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. രാഷ്ട്രീയ കേരളം വളരെ ഗൗരവത്തോടെ വീക്ഷിച്ച ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ വോട്ട് ചോദിച്ചത് എങ്കിൽ ആ നയങ്ങൾ അത് അവസാനിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ചിരിക്കുകയാണ്. വിലക്കയറ്റത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു, ചെറിയ രൂപത്തിലാണെങ്കിലും സംസാരിച്ചു. എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. കേന്ദ്ര കേരള സർക്കാരുകൾ അനങ്ങുന്നില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വാതകത്തിൻ്റെയും എല്ലാം വില കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കൂട്ടിയപ്പോൾ കേരളം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേന്ദ്രം അത് കൂട്ടിയപ്പോൾ കേരളം അതിൻ്റെ വിഹിതം വേണ്ട എന്ന് തീരുമാനിച്ച് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു. 700 കോടി രൂപയുടെ നികുതി പണം ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ടെന്ന് വെച്ചുവെങ്കിൽ പിണറായി സർക്കാർ അത് വേണ്ടെന്ന് വെച്ചില്ല എന്ന് മാത്രമല്ല, അത് അവർ പോരാ എന്ന് തീരുമാനിച്ച് പെട്രോളിനും ഡീസലിനും വീണ്ടും സംസ്ഥാനത്തിൻ്റെ വക സെസ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെൻറ്റാണ്. വിലക്കയറ്റത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. സപ്ലൈകോ ഫലത്തിൽ പ്രവർത്തിക്കുന്നില്ല. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളില്ല. അവിടെ ലഭ്യമാക്കേണ്ട സാധനങ്ങൾക്ക് പോലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാർഷിക മേഖല ആകെ തകർന്നിരിക്കുന്നു. വന്യജീവി അക്രമം വാർത്തയല്ലാത്ത വിധത്തിൽ എല്ലാ ദിവസങ്ങളിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സർക്കാർ നിഷ്ക്രിയമായ നിലപാട് തന്നെയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷം. പഠിച്ചവർ, ചെറുപ്പക്കാർ സർട്ടിഫിക്കറ്റുകളുമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ കയറിയിറങ്ങുന്നു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്റർവ്യൂവിൽ പോയി അവരെ റാങ്ക് ലിസ്റ്റിൽ ഇടം തേടുന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകളാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ യുവതികളാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ സമരം ചെയ്തത് എങ്കിൽ ആ സമരത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ആശാ വർക്കർമാരുടെ സമരം അത് ഒറ്റപ്പെട്ട സമരമല്ല. അവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വരുമാനം, പ്രതിദിന വരുമാനം 232 രൂപയാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത്. ഒരു ദിവസം 232 രൂപ കൊണ്ട് ഈ ഭാരിച്ച ജീവിത ചെലവ് എങ്ങനെ നമ്മുടെ സഹോദരിമാർ എങ്ങനെ ആ ജീവിത ചെലവ് വഹിക്കും? അതുകൊണ്ട് അവർ ഒരു ചെറിയ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ സമരം ചെയ്തിട്ട് 4 മാസങ്ങളായി തിരുവനന്തപുരത്ത് ആ സമരം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെൻറ് ആ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ ചെയർമാൻ്റെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാരിൻ്റെ ഒരു നടപടി അതായിരുന്നുവെങ്കിൽ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രതിമാസ ശമ്പളം 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഏജൻസി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പരസ്യ ഏജൻസി, PR ഏജൻസി,
PR ഏജൻസിയുടെ പ്രതിഫലം കഴിഞ്ഞ മാസമാണ് വർദ്ധിപ്പിച്ചു നൽകിയത്. അപ്പോൾ സർക്കാരിന് ആവശ്യമുള്ളവർക്ക് മാത്രം സഹായങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ടവരെ പൂർണ്ണമായിട്ടും കേരള ഗവൺമെൻറ് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്താണ് നമ്മൾ ഈ സംഗമവുമായി, സമര സംഗമവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. KPCCയുടെ പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് സ്വീകരണ പരിപാടികളല്ല. ചാർജ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി എല്ലാവരും തൃശ്ശൂരിൽ വന്ന് ബഹുമാന്യനായ അഭിവന്ദ്യനായ ലീഡർ ശ്രീ K. കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി. ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി. R. ശങ്കർ സാറിൻ്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് KPCC ഓഫീസിലെത്തി. നമ്മൾ AK ആന്റണിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ചുമതല ഏറ്റെടുത്തത് എങ്കിൽ ഇത് അധികാരമല്ല. KPCCയുടെ ഭാരവാഹിത്വം അധികാരമല്ല, അത് ചുമതലയാണ്, ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിന്തുണയിൽ തൃശ്ശൂരിൻ്റെ മഹത്തരമായ പാരമ്പര്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അതിലെല്ലാവരുടെയും സഹായം, ശക്തമായ പ്രവർത്തനം, കൂട്ടായ്മ, ഐക്യം ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന ആവേശത്തിൽ നമുക്ക് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ ഈ കൺവെൻഷൻ, ഈ സമര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. ബഹുമാന്യനായ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP. ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷാജൻ, ഏറെ ബഹുമാന്യനും ആദരണീയനുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവറുകൾ, ഏറ്റവും പ്രിയങ്കരരായിട്ടുള്ള ഉപാധ്യക്ഷന്മാരായ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ IP അനിൽകുമാർ, ശ്രീ വിഷ്ണുനാഥ്, ശ്രീ ഷാഫി പറമ്പിൽ, വേദിയിലെ ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ ഞങ്ങളുടെ സ്പീക്കറായിരുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ സനീഷ് ഉൾപ്പെടെ വേദിയിലെ ഏറെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ സമര സംഗമത്തിൽ പങ്കെടുക്കുവാൻ ബഹുമാന്യരായ KPCC പ്രസിഡന്റിനോടും ഭാരവാഹികളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. KPCCയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ നേരിടുന്ന അതിരൂക്ഷമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ആ രൂക്ഷമായ പ്രശ്നങ്ങൾ ഞാനും നിങ്ങളും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതും ആ ഉപതെരഞ്ഞെടുപ്പിൽ LDFൻ്റെ കൈവശമുണ്ടായിരുന്ന സീറ്റ് തിരികെ പിടിക്കാനുള്ള അവസരം ഒരുക്കിയത്. ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ നിങ്ങൾ പല ആളുകളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരും തന്നെ ഒരു മാസക്കാലം അവിടെ പ്രവർത്തനം നടത്തിയവരാണ്. അതിൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ AP അനിൽകുമാർ
അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ മോശമായി പോകും എന്നുള്ളത് കൊണ്ടാണ് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിനേക്കാൾ ഉപരിയായി അവിടെ നടന്ന ഓരോ പ്രവർത്തനങ്ങളിലും വളരെ ചിട്ട ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് രണ്ടാമത്തെ ദിവസം അവിടെ ഇറങ്ങിയതാണ്. ചെല്ലുന്ന അവസരങ്ങൾ നമ്മുടെ മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനുകൾ വെച്ചിരിക്കുകയാണ്. 263 ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് 263 ബൂത്തുകളുടെയും ചെയർമാന്മാരും കൺവീനർമാരും കസേരകളിൽ പേരെഴുതി വെച്ച്, എന്ന് വെച്ചാൽ ഇത്ര നമ്പർ ബൂത്തിൻ്റെ ചെയർമാൻ, കൺവീനർ, ഒരു കസേര പോലും ഒഴിച്ചിടാതെ മുഴുവൻ ആളുകളും പങ്കെടുത്ത് ആദ്യം മുതൽ അവസാനം വരെയും ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അവസരത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് നമുക്കെന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കണം. ആ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നിറവേറ്റി എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കാനുള്ള അവസരം കിട്ടിയത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 10,000 വോട്ടിനെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകും. പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാനടക്കമുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് അടക്കം, ഈ വേദിയിലുള്ള ഭാരവാഹികളടക്കം, ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞു, എന്തായാലും 10,000-ന് മുകളിലുള്ള വോട്ടുകൾ ഞങ്ങൾ പിടിച്ചിരിക്കും, അതായിരിക്കും ഞങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു. എങ്കിലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം നമുക്കൊരിക്കലും തകർക്കാൻ പാടില്ല. ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അന്ത്യം കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പിലും ഓരോ മേഖലയിൽ നിന്നും പരസ്പരം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ട് എങ്കിൽ നമ്മളത് പരസ്പരം പരിഹരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട ശ്രീ ടാർജറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം വേദപുസ്തകത്തിലെ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചത്. സാത്താന്മാർ നമ്മുടെ പുറകെ നടക്കുന്നു, നമ്മൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥാനവും തരാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് വിവിധ തരത്തിൽ നമ്മളെ സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി പല ആളുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന 26-ൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കുവാൻ നമ്മൾക്ക് കഴിയണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ബഹുമാനായ KPCCയുടെ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തതനുസരിച്ച് ഉള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബസ് സമരമാണെങ്കിലും ആ ബസ് സമരത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരും അതല്ലാതെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമൊക്കെ ആശുപത്രികളുടെ മുമ്പിലേക്ക് പോയിട്ടുള്ളത്. 1-ാം തീയതി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. കേരളത്തിലെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലേക്ക് പോകണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പോയി എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ ഓരോരുത്തരും പോയത്.
ഇന്നിപ്പോൾ താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ജനറൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യ രംഗത്തെ തകർച്ച ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മറ്റ് 13 ജില്ലകളിലും ഇന്ന് പരിപാടികൾ നടത്തുന്നത്. ആ 13 ജില്ലകളിലും പരിപാടികൾ നടത്തുമ്പോൾ ഇന്ന് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയുമോ? ശ്രീ വീണ ജോർജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പോവുകയാണ്. നിങ്ങൾ മറന്നുപോയി കാണില്ല, മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് വീണ ജോർജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പോകുമ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുണ്ടല്ലോ, മകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇതുപോലൊരു യോഗം നടത്തി. ഓർക്കുന്നുണ്ടോ? മകളെ സംരക്ഷിക്കുവാൻ വേണ്ടി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, കള്ളക്കമ്പനി ഉണ്ടാക്കി അതിലൂടെ പണം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി അത് പുറത്തു വന്നപ്പോൾ അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തി. അന്നും മാർക്സിസ്റ്റ് പാർട്ടി കണ്ട തന്ത്രം എന്താണെന്നറിയുമോ? വീണ ജോർജ്, അല്ല വീണ ജോർജ് അല്ല, എന്താ അവരുടെ പേര്? അതും വീണയല്ലയോ? വീണ വിജയൻ, അതും വീണയാണ്. രണ്ടും വീണയായതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. രണ്ടും വീണയാണ്. അപ്പം ഈ രണ്ട് വീണയും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ റെഡിയാണ്. മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ബഹുമാനായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആരിസ് ഹസൻ എന്ന് പറയുന്ന ഡോക്ടറെ താക്കീത് ചെയ്തിട്ടാണ് പോയത്. എന്താണെന്നറിയോ? അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആ തുറന്നു പറച്ചിൽ ഇനിയും ആരിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വർത്തമാനം പറഞ്ഞിട്ട് പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്തെ അദ്ദേഹം സ്ഥലം വിട്ടു. അദ്ദേഹം സ്ഥലം വിട്ടത് അമേരിക്കയിലേക്കാണ്, കേരളത്തിലെങ്ങുമല്ല. അമേരിക്കയിലേക്കാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയത് എന്തിനാണ്? ചികിത്സ, വിദഗ്ധ ചികിത്സ നേടുവാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുമോ? അങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ, പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചത്. 1951 ആരംഭം കുറിച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 1951 നമ്മുടെയൊക്കെ ബഹുമാന്യനും ആദരണീയനുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അതിൻ്റെ ഉദ്ഘാടനം നിറവേറ്റിയത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, പിന്നീടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഈ 5 മെഡിക്കൽ കോളേജുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് 2011. നിങ്ങൾ മറന്നു പോകരുത്. 2011 ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തു എന്ന് പറയുന്നത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണിയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് 2 ദിവസത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അന്ന് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഏൽപ്പിച്ചത് എന്നെയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, താൻ ഉറങ്ങിപ്പോയോ എന്ന്. വിളിച്ച് ഉണർത്തിയിട്ടാണ് എന്നോട് ചോദിക്കുന്നത്, ഉറങ്ങിപ്പോയോ? അർദ്ധരാത്രിയിലാണെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞു, ഉറങ്ങിയില്ല. എന്നാൽ പിന്നെ താൻ വേഗം വാ, തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞാൻ വേഗം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കേരളത്തിൽ കുറച്ച് മെഡിക്കൽ കോളേജ് നമുക്ക് കൊടുക്കണം, കേരളത്തിൽ കുറച്ച് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു.
ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെയായിരിക്കണം മെഡിക്കൽ കോളേജ്. അങ്ങനെ വന്നപ്പോൾ ഞാനും അദ്ദേഹവുമായി സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് മലപ്പുറത്ത് കൊടുത്താൽ എന്താ? ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല. അത് കഴിഞ്ഞൊന്നേ പറഞ്ഞു ഇടുക്കി കൊടുത്താൽ എന്താ? കുഴപ്പമില്ല. പിന്നീട് കാസർഗോഡ് കൊടുക്കാൻ പറഞ്ഞു, അതും കൊടുത്തു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വാർത്ഥ താല്പര്യം ഞാൻ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് കോന്നി മെഡിക്കൽ കോളേജ് വന്നത്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ജില്ലയിൽ കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് നന്നായിരിക്കുമെന്നുള്ളത് കൊണ്ട് അതിനുകൂടി അനുമതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാനല്ല, കൊടുത്തു എന്ന് പറഞ്ഞു. 4 മെഡിക്കൽ കോളേജ് കൊടുത്തു. 4 മെഡിക്കൽ കോളേജ് കൊടുത്തു. അതിൻ്റെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം പൂർണ്ണമായി നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും വീണ ജോർജിൻ്റെ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജാണ് കോന്നിയിലെ മെഡിക്കൽ കോളേജ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ഷാഫി പറമ്പിൽ ഓടി വന്ന് എന്നോട് പറഞ്ഞത്, ചേട്ടാ ഞങ്ങൾക്കൂടി ഒരു മെഡിക്കൽ കോളേജ് തരണം, ഞങ്ങൾക്കൂടി ഒരു മെഡിക്കൽ കോളേജ് തരണം. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ്? പാലക്കാട് മെഡിക്കൽ കോളേജോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അങ്ങനെ പുള്ളി ഒരു കാര്യം ചെയ്തു, ജില്ലാ ആശുപത്രി ഒരു പരിപാടിക്ക് പോയപ്പോൾ എന്നെക്കൊണ്ട് അവിടെ പ്രഖ്യാപിച്ചു. ജില്ലാ ആശുപത്രിയിൽ പാലക്കാടിനൊരു മെഡിക്കൽ കോളേജ് എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എവിടാ പണം? പണമില്ലല്ലോ. അപ്പം മറ്റൊരാൾ പറയുകയാണ്, എത്ര പണം വേണമെങ്കിലും ഞാൻ തന്നോളാം. ആരാന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ശ്രീ AP അനിൽകുമാർ എന്നോട് പറയുകയാണ്, എത്ര പണം വേണമെങ്കിലും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ഞങ്ങൾ തരാം എന്ന് വെച്ചാൽ അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ അനിൽകുമാർ പറയുകയാണ് എത്ര പണം വേണം. അങ്ങനെ പാലക്കാട് മെഡിക്കൽ കോളേജ് കൂടി കൊടുത്തപ്പോൾ സ്ഥലം വേണമല്ലോ. സ്ഥലം വേണമെന്നായപ്പോൾ ഇത് പ്രഖ്യാപനമൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ റവന്യൂ വകുപ്പിൻ്റെ ചുമതല ഏൽപ്പിച്ച അവസരത്തിൽ പാലക്കാട് ITIക്ക് വേണ്ടി പണ്ട് നമ്മുടെ സർക്കാർ കൊടുത്ത കുറേ സ്ഥലമുണ്ട്. അവിടെ ഒന്നും ചെയ്യാതെ കിടക്കുകയാണ്. ചെയ്യാതെ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ജില്ലാ കളക്ടറെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഈ സ്ഥലം പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുക്കണം. ഹൈക്കോടതിയിൽ കേസ് വന്നു. കേസ് വന്നപ്പോൾ അനുകൂലമായ വിധിയുണ്ടായ അതേ ദിവസം തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി 50 ഏക്കർ സ്ഥലം ITIയിൽ നിന്ന് കൊടുക്കാൻ തീരുമാനമെടുത്തു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത. അവിടെ പഠിക്കുന്ന കുട്ടികൾ 100 കുട്ടികൾ പഠിച്ചാൽ 75 കുട്ടികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ബാക്കിയുള്ള 25 സീറ്റുകൾ മാത്രമാണ് മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലാതെ കണ്ട ഇപ്പോൾ വീണ ജോർജോ പിണറായി വിജയനോ പറയുന്നത് പോലെ നമ്പർ 1 എവിടെയെങ്കിലുമൊക്കെ ബോർഡ് കാണും, നമ്പർ 1. ഇനിയിപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ ബോർഡുകൾ. ഇനി അടുത്ത് ഓരോന്ന് വരും. തുടരും. എന്തോ തുടരുന്നത്? തുടരും. എവിടെങ്കിലും പോയി തുടരും. എന്തൊക്കെ പറഞ്ഞ് PR ഏജൻസിയെ കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ സർക്കാരിൻ്റെ അന്ത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സമരസംഗമമാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും പറയുന്നു, നമുക്ക് മുന്നേറണം. നമുക്ക് 26 തെരഞ്ഞെടുപ്പിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറായ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ 26-ൽ UDFിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഇവിടെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്കാർക്കും വേണ്ട.
പക്ഷേ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ആ ജോലികൾ എന്ന് പറയുന്നത് നമുക്ക് വിശ്രമിക്കുവാൻ ഇനി സമയമില്ല. വിശ്രമമല്ല നമ്മുടെ ആവശ്യം. നമ്മൾ യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു. വിശ്രമമില്ലാത്ത യാത്രയ്ക്ക് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നു. ആ വിശ്രമമില്ലാത്ത യാത്രയിൽ പുറപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാൻ ഈ വേദിയിലുള്ളവർ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും അതിന് തയ്യാറായി മുൻപോട്ട് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വര അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഹോള് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ഒരു ഹോളാണ്. എന്ന് വെച്ചാൽ ഈ ഹോളിൻ്റെ നാമധേയം തന്നെ ശ്രീ കെ കരുണാകരൻ്റെ അല്ലേ, കെ കരുണാകരൻ്റെ നാമധേയത്തിലാണ്. അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹോളിൽ വന്നിരുന്ന് ഒരാളിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നു. ഇവിടെ ടി എൻ പ്രതാപൻ ഇരുന്ന് ചിരിക്കുന്നു. ടി എൻ പ്രതാപൻ ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ വി എം സുധീരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഇതേ ഹോളിൽ വെച്ചാണ്, ഇവിടെ വെച്ചാണ്. അന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഇവിടെ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുകയാണ്. പ്രീ ഡിഗ്രിക്കല്ല, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ലക്ഷ്യബോധത്തോടു കൂടി പോകണം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല, അതിന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പാർട്ടിയെ കൊണ്ടുവന്നെത്തിക്കുവാൻ കഴിയും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ പി അനിൽകുമാർ MLA. അധ്യക്ഷൻ DCC പ്രസിഡന്റ് രാജറ്റ്, ഈ സമരസംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ ബഹുമാന്യനായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അമരക്കാരൻ ശ്രീ സണ്ണി ജോസഫ് MLA, ഏറെ പ്രിയങ്കരനായ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP, വേദിയിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ വിശ്വനാഥ്, ശ്രീ ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അംഗം തൃശ്ശൂരിൻ്റെ പുതിയ ചാർജ് വഹിക്കുന്ന അഡ്വക്കേറ്റ് T സിദ്ദീഖ്, അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ TN പ്രതാപൻ, തേറമ്പിൽ സാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകർ, ബഹുമാന്യനായ ശ്രീ അടൂർ പ്രകാശ് അവസാനം പറഞ്ഞു നിർത്തിയത് തൃശ്ശൂരിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പെരുമയെക്കുറിച്ചാണ്. തൃശ്ശൂർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ അസൂയയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തനവുമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ എത്രയോ തവണ തൃശ്ശൂരിൽ ശ്രീ കെ കരുണാകരനെ കാണുന്നതിന് വേണ്ടി രാമനിലയത്തിലും ഗുരുവായൂരുമൊക്കെ കടന്നു വന്ന് ഓർക്കുകയാണ്. അന്ന് മറ്റ് ജില്ലകളിലുള്ളവർക്കൊക്കെ തന്നെ തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക പരിഗണനയും ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നും ഞാൻ പറയട്ടെ, കോൺഗ്രസ്സിന് അതേ പ്രസക്തിയുള്ള ജില്ല തന്നെയാണ് തൃശ്ശൂർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. ചില കൈത്തെറ്റുകൾ കൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ജില്ലയാണ് എന്നുള്ളതിൽ രണ്ട് അഭിപ്രായമില്ല, യാതൊരു തർക്കവുമില്ല. നമുക്കത് തെളിയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലാണ് ഞങ്ങളൊക്കെ ഈ സമരസംഘവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. രണ്ട് തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ
നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ നൽകുന്ന ഊർജം തന്നെ ആയിരിക്കും കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഏറ്റവും ശക്തമായിട്ടുള്ളത് എന്ന് എടുത്തു പറയുവാൻ ഞാൻ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും, യാതൊരു സംശയവും വേണ്ട. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ പഴയകാല പ്രതാപത്തിലേക്ക് തൃശ്ശൂർ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു. നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലാണ് സനീഷ് കുമാർ ജോസഫ് MLA ഉള്ളത്. ഞാൻ ഓർക്കുന്നു 2011 നമ്മൾ ഗവൺമെൻറ് വന്ന സമയത്ത് ആ ഗവൺമെൻറ്റിനകത്ത് അന്ന് തേറമ്പിൽ സാറുണ്ട്, മാധവേട്ടനുണ്ട്, TN പ്രതാപനുണ്ട്, MP വിൻസെൻ്റുണ്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് 5 MLA-മാർ, ഏറെ ബഹുമാനായ CN ഉണ്ട്. അങ്ങനെ 5 കോൺഗ്രസ് MLA-മാർ തന്നെ തൃശ്ശൂരിൽ നിന്നുണ്ട്. ഉണ്ണിയാടൻ ഉൾപ്പെടെ വിൻസെൻ്റ് പറഞ്ഞു 5 MLA-മാർ 2011 പക്ഷെ ഇന്ന് സനീഷ് കുമാർ ജോസഫ് മാത്രമാണ് നമ്മോടൊപ്പം ഉള്ളത്. MLA-മാർ പിന്നെ അനിൽ അക്കരെ പോലുള്ള MLA-മാർ, മുൻ MLA-മാർ ഈ വേദിയിലുണ്ട്. നമുക്ക് മുൻ MLA-മാർ മാത്രം പോരാ, വേദികളിൽ MLA-മാരുടെ നിറസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. അത് തൃശ്ശൂരിൽ കഴിയും. അത് കഴിയുന്നതിന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രവർത്തിക്കണം. നിലമ്പൂരിനെ കുറിച്ച് പറഞ്ഞല്ലോ. നിലമ്പൂർ നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഭൂരിപക്ഷമുള്ള UDF-ന് ശക്തമായ അടിത്തറയുള്ള സീറ്റല്ല, മുമ്പായിരുന്നു. പക്ഷേ 2011 ഡീലിമിറ്റേഷന് ശേഷം അതിലൊക്കെ വലിയ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ആര്യാടൻ സാറ് തന്നെ അവസാന മത്സരത്തിൽ വിജയിച്ചത് 5000 വോട്ടിനാണ്. 2016 നമുക്ക് 11,000 വോട്ട് നഷ്ടപ്പെട്ടു. 2021 നമുക്ക് ഏതാണ്ട് 3000-നടുത്ത് വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു. ആ സീറ്റ് നമുക്ക് ഒരുപാട് പ്രതികൂല ഘടകങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ചിലരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ കഴിയൂ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ UDF ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഐക്യത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ നമുക്ക് കഴിയുമെന്ന് നിലമ്പൂരിൽ നമുക്ക് തെളിയിച്ചു. 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് നേടുവാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച്, കോൺഗ്രസ് ഒരുമിച്ച്, UDF ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതിൽ യാതൊരു പ്രയാസവുമില്ല. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് KPCC അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെയും എത്തിയിട്ടുള്ളത്, ഞങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിഷ്ണുവും അതുപോലെ ഷാഫിയും ഒക്കെ കൂടുതൽ പറയും, ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ 2016 തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ട് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി ഉണ്ടാകാൻ പോകുന്ന കേരളത്തിൽ ഇടതുപക്ഷ ബദലാണ് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ സംസാരിച്ച് ചോദിച്ചു എന്താണ് ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞു. ആ ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് പലതുമുണ്ട്. പക്ഷേ ഞങ്ങൾ ഏറ്റവും ഫോക്കസ് കൊടുക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമാണ് എന്ന് ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് പറഞ്ഞു. തോമസ് ഐസക്കും LDF-ഉം പിണറായി വിജയനും സ്വപ്നം കണ്ട ഇടതുപക്ഷ ബദലാണ് കോട്ടയത്ത് തകർന്നു വീഴുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. അത് ഒരു പ്രതീകം മാത്രമാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സമയപരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ ഇന്നലെ കോഴിക്കോടും പറഞ്ഞു, 10 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം, പിണറായി വിജയൻ്റെ ഭരണം, നമുക്ക് ആ ഭരണത്തെ 10 വർഷത്തെ UDF-ൻ്റെ ഭരണം കൊണ്ട് നേരിടേണ്ട കാര്യമില്ല. 5 വർഷത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണം കൊണ്ട് ഈ 10 വർഷത്തെ ഭരണത്തെ നേരിടുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മളൊരു തലത്തിലേക്ക് പോവാറില്ല. നമ്മളൊന്നാണ്, കേരളം നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് കരുതുന്നത്. ഈ പറയുന്ന മേഖലയിലൊക്കെ ഇന്നലകളിലും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും അതിനു മുമ്പും കേരളം ഒന്നാമതായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആരോഗ്യ മേഖല ഇത്രത്തോളം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ഏത് ഗവൺമെൻറ്റാണുള്ളത്? ഈ 10 വർഷത്തിനിടയിൽ എത്ര മെഡിക്കൽ കോളേജ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു? ഈ 10 വർഷത്തിനിടയിൽ എത്ര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ ഈ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രികളാക്കി? എത്ര താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികളാക്കി? എവിടെയാണ് ആരോഗ്യ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്? നമുക്ക് 5 വർഷക്കാലം നമ്മൾ
നമ്മുടെ പണം ചെലവഴിച്ചത് ഭരണരംഗത്ത് ഉണ്ട നേട്ടങ്ങൾക്കും ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കാനായിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം ഈ വർഷവും ഭരണരംഗത്തെ പോലെ തന്നെ PR വർക്കിനു വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ നമുക്കും തോന്നി ഈ ഭരണത്തിനകത്ത് പലതും നടന്നോ എന്ന്. യഥാർത്ഥത്തിൽ ഓരോ വകുപ്പും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷക്കാലം പറയുവാൻ ഒരു നേട്ടവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർക്കുണ്ടാവുക. പക്ഷേ നമ്മുടെ 5 വർഷത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നേട്ടങ്ങൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഒട്ടനവധി പദ്ധതികൾ, കാരുണ്യ പദ്ധതി, ശ്രുതിതരംഗം പദ്ധതി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായം, റവന്യൂ വകുപ്പ് മന്ത്രി, ഈ ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ഉള്ളത്. ശ്രീ അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സാ ധനസഹായവുമായി ചെന്നിരുന്നത്. ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ചെല്ലുന്നു, എന്തെങ്കിലും കാര്യത്തിന് ചെല്ലു, വല്ല സഹായം കിട്ടുമോ? ചികിത്സാ സഹായം എന്നുള്ള റവന്യൂ വകുപ്പ് മന്ത്രി കൊടുക്കുന്ന ചികിത്സാ ധനസഹായം ഇന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 വർഷത്തിന്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തിന് പകരം വയ്ക്കാൻ ഇവരുടെ 10 വർഷം കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ ഇടതുപക്ഷ പദ്ധതി പറഞ്ഞ് വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള രവീന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? രവീന്ദ്രൻ മാസ്റ്റർ എന്താ മുടക്ക് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുന്നു, കുട്ടികൾ ഒന്നിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നു. 2 ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കൂടുതൽ ഗവൺമെൻറ് സ്കൂളിലേക്ക് വന്നെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പോൾ അതുപോലെ ഈ 2ാം പിണറായി വിജയൻ ഗവൺമെൻറ് തീരാൻ പോകുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ഇന്ന് പൊതുമേഖലയിലെ സ്ഥിതി? പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ ഇന്ന് ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുന്നു. ഇന്ന് കുട്ടികൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പോകുന്നില്ല, അൺഎയ്ഡഡ് സ്കൂളുകളാണ് പോകുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? പൊതുവിദ്യാഭ്യാസ രംഗത്ത് രക്ഷിതാക്കളുടെ അവർക്കിതിൽ വിശ്വാസ്യത കുറവാണ്. തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. രാഷ്ട്രീയവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയെ. അതുപോലെ തന്നെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എന്താണെന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം 1,06,000 സീറ്റുകളാണ് അഡ്മിഷൻ ഉള്ളത്. ഞാൻ നമ്മുടെ അടുത്ത സിൻഡിക്കേറ്റ് മെമ്പർമാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് 80,000 അപേക്ഷകൾ കിട്ടിയിട്ടുള്ളൂ, 26,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തുകൊണ്ട് വരുന്നില്ല? നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരിൽ പോകുന്നു, ഹൈദരാബാദിൽ പോകുന്നു, ഡൽഹിയിൽ പോകുന്നു, അതുപോലെ തന്നെ UK പോകുന്നു, ജർമ്മനിയിൽ പോകുന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസമില്ലാത്ത കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെയുണ്ടായി? നമ്മുടെ വിദ്യാഭ്യാസ മേഖല യൂണിവേഴ്സിറ്റികളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള തീരുമാനമാണ് ഈ ഗവൺമെൻറ് 10 വർഷമായി എടുക്കുന്നത്. അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് കുട്ടികളില്ലാത്ത സാഹചര്യം നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ വന്നത് എന്നുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ബദലാണെങ്കിൽ ആ ബദല് കേരളത്തിന് വേണ്ട എന്ന് പറയാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ മേഖല എല്ലാ രംഗത്തും തകർന്നു കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ പറയുന്ന ഈ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് ഇരിക്കുന്ന കാലത്ത് കേരളത്തിൽ ഏത് നിയോജകമണ്ഡലത്തിലാണോ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇല്ലാത്തത് അവിടെയൊക്കെ കോളേജ് കൊടുക്കാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. തലശ്ശേരിയിൽ കൊടിയേരി ബാലകൃഷ്ണ നിയോജകമണ്ഡലത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഗവൺമെൻറ് കോളേജില്ല. കൊടിയേരി ബാലകൃഷ്ണൻ്റെ തലശ്ശേരി നിയോജകമണ്ഡലത്തിൽ ഇന്നൊരു ഗവൺമെൻറ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത ഗവൺമെൻറ് കോളേജാണ്. തൊട്ടടുത്ത് എൻ്റെ ജില്ലയിൽ നിന്നാണ് KT ജലീൽ വിദ്യാഭ്യാസ മന്ത്രിയായത്. ആ KT ജലീലിൻ്റെ തവനൂരിൽ ഒരു ഗവൺമെൻറ് കോളേജ് എന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടി കൊടുത്ത കോളേജാണ്. കേരളത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിൽ നമുക്ക് കോളേജ് കൊടുക്കാൻ കഴിഞ്ഞു. അവിടെ രാഷ്ട്രീയം നോക്കിയില്ല. കോൺഗ്രസ് MLA ആണോ CPM MLA ആണോ എന്നൊന്നും നോക്കിയില്ല. എവിടെയാണ് പഠിക്കാൻ കുട്ടികൾ സൗകര്യം വേണ്ടത് അവിടെ കോളേജ് അനുവദിച്ച ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഇന്ന് ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് വന്ന് 9 വർഷം കഴിഞ്ഞു. എവിടെയെങ്കിലും കേരളത്തിൽ ഞങ്ങളുടെ ആരുടെയും നിയോജകമണ്ഡലത്തിൽ വേണ്ട, ഏതെങ്കിലും ഒരു LDF MLA യുടെ നിയോജകമണ്ഡലത്തിൽ ഒരു കോളേജ് ആരംഭിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു?
എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ 35 വിദ്യാലയങ്ങൾ UP സ്കൂളുകൾ ഹൈസ്കൂളുകളാക്കി ഉയർത്തി UDFിൻ്റെ കാലഘട്ടത്തിൽ. ഈ ജില്ലയിലും ഉയർത്തി കാണും. എൻ്റെ ജില്ലയിലായതുകൊണ്ട് വ്യക്തമായ കണക്കുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ 3 UP സ്കൂളുകളാണ് ഹൈസ്കൂളാക്കി ഉയർത്തിയത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും ഈ ഗവൺമെൻറ് 9 വർഷം പിന്നിടുമ്പോൾ ഒരു UP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തി എന്ന് കാണിച്ചു തരാൻ LDF ഗവൺമെൻറ്റിന് കഴിയുമോ? എന്നാലും പറയും കേരളം ഒന്നാമതാണ്. എവിടെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കി. അത് വ്യാജ പ്രചരണമാണ്, PR വർക്കാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന സമരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുവാനും നമുക്ക് കഴിയണം. ജനങ്ങൾ തയ്യാറാണ്, ഒരുക്കമാണ് നമ്മളെ സഹായിക്കാൻ. നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകും എന്ന് സൂചിപ്പിക്കുവാൻ മാത്രം ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു കൺവെൻഷൻ, ഒരു സമര സംഗമം നല്ല രീതിയിൽ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് കോൺഗ്രസ്. അടുത്തതായി വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP. അതിനു മുൻപ് ചെറിയൊരു റിക്വസ്റ്റ്,